ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിൻറ്റ് റൈസാണ്. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 1 ഗ്ലാസോളം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കുതിർത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഈ റൈസിനെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപ്പ് മാത്രം ചേർത്തിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിലേക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ കടായിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിൻ്റെ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനെയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തേക്കുക. ഇപ്പോൾ സവാള ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പോളം പുതിന ഇലയാണ്. അതിനെ നല്ലവണ്ണം ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കാം. പുതിനയും സവാളയും നല്ലവണ്ണം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂണോളം ഗരം മസാലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിൽ വേറെ മസാലയുടെ ആവശ്യമൊന്നുമില്ല. ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുത്തേക്കുക മസാലയെ. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടാണ് റൈസ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. റൈസ് ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മസാല മൊത്തം റൈസിലേക്ക് പിടിക്കുന്നത് പോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. ഇവിടെ മിൻറ്റ് റൈസ് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒരു റൈത്തയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. എന്തായാലും നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക.